ഈ അഭിനേതാക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കരണത്തിലെ വാവച്ചൻ, ഏലിയാമ്മ, ഒറ്റാലിലെ വാസവൻ, ഇങ്ങനെയുള്ള IM വിജയനെ ശാന്തത്തിൽ അവതരിപ്പിക്കുന്ന ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ താങ്കൾ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചല്ല, അത് പലതും വന്നു ചേർന്നതാകാം. പക്ഷേ മലയാളത്തിലെ ഒരു വളരെ വലിയൊരു നടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മോഹൻലാൽ ഒരു സിനിമയിൽ ഇതുവരെ വന്നില്ലല്ലോ. എന്താ കാര്യം? അതോ പ്രത്യേകത ഇല്ലാത്ത? ഞാൻ പറഞ്ഞില്ല, ഈ വേണ്ടതേ സംഭവിക്കുന്നുള്ളൂ ജീവിതത്തിൽ. എനിക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഒരു അസോസിയേഷൻ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അത് സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ ദേശാടനം കഴിഞ്ഞിട്ടാണ് മോഹൻലാലിനൊരു കമ്പനി എനിക്കൊരു സിനിമ ഓഫർ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് ഞാൻ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച സിനിമ മഴയുടെ പശ്ചാത്തലത്തിലുള്ള സിനിമ മോഹൻലാൽ അഭിനയിക്കേണ്ടത്. അതിൻ്റെ കോസ്റ്റ്യൂം വരെ വാങ്ങിയതാണ്, പാട്ടുകൾ വരെ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ എൻ്റെ ഒരു മിസ്റ്റേക്കുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ചെയ്യാൻ പറ്റില്ല. അതൊരു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ പിന്നീട് പലപ്പോഴും ഞാൻ അപ്രോച്ച് ചെയ്ത പല സ്ക്രിപ്റ്റും, അതായത് കുഞ്ഞാലി മരക്കാറ് സ്ക്രിപ്റ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏതാണ്ട് 3 വർഷത്തോളം അദ്ദേഹം കയ്യിൽ വെച്ചു, തിരിച്ചൊരു മറുപടി പോലും പറഞ്ഞില്ല. വീരം ഞാൻ എൻ്റെ ഇലിസ്ട്രേഷൻ എൻ്റെ മുഴുവൻ അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം നോക്കിയിട്ട് ചിരിച്ചു. അതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലാവോ എന്ന് ചോദിച്ചു. അതിന് കുറേ മുൻപ് പലപ്പോഴും ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ള സമയത്തൊക്കെ അദ്ദേഹം അങ്ങനെ ഒരു ലാഘവത്തോടെ പറഞ്ഞു ഒഴിയുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാവും കാരണം ഒരുപക്ഷെ നമ്മളന്ന് എല്ലാം കൂടെ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞില്ലേ, കോസ്റ്റ്യൂമും ലൊക്കേഷനും ഫിക്സ് ചെയ്തിട്ട് സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് ഞാൻ പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം അതൊരു പക്ഷേ അദ്ദേഹത്തിനെ വിഷമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അറിഞ്ഞത് അന്ന് കുടുംബമായിട്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ എവിടെയോ യാത്രയിലായിരുന്നു. അപ്പം അത് ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹം മാത്രം മടങ്ങി വരിക സിനിമയിൽ അഭിനയിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഈ സിനിമ ഡ്രോപ്പ് ചെയ്തെന്ന് അറിഞ്ഞത്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുള്ളൂ, എന്നോട് നേരത്തെ പറയായിരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അത് നമ്മളുടെ ഭാഗത്തുണ്ടായൊരു മിസ്റ്റേക്കാണ്. ഒരുപക്ഷെ അത് മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടാവാം, നടക്കാതെ പോകുന്നു. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്ന മലയാളത്തിലെ ഒരു മികച്ച സിനിമ നഷ്ടപ്പെടുന്നുണ്ട്. അതെന്തെങ്കിലും അത് ഉണ്ടാവും അല്ലേ? അദ്ദേഹം തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ്. കാരണം അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.